എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഓപ്പണിങ്ങിൽ ഇച്ചിരി പ്ലസ്സിൽ നിന്നു. അതിനുശേഷം ഇടയ്ക്ക് ബാങ്ക് നിഫ്റ്റി മൈനസിലായിരുന്നു ഫുൾ ഡേ. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫുൾ ഡേ മൈനസിലായിരുന്നു. നിഫ്റ്റി മാത്രം അധികം മൈനസിലും പോയില്ല, എന്നാൽ പ്ലസ്സിലും അധികം പോകാതെ ഏകദേശം ഒരു 0.19% പ്ലസ്സിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 0.34 മൈനസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓപ്പണിങ്ങിൽ തന്നെ ഡൗൺ ആയിരുന്നു. ഡൗണിൽ തന്നെ പോയിട്ട് ഏകദേശം ലോയുടെ ഏകദേശം അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോയിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ചിലപ്പോൾ നല്ല ഹെവി മൂവ്മെൻറ്റ് ഈ ബാങ്ക് നിഫ്റ്റി വരാൻ ചാൻസ് കൂടുതലാണ്. പല സമയത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ് ട്രെൻഡ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ളൊരു വൺ സൈഡ് മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേൾഡ് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എല്ലാം ഫ്ലാറ്റായിട്ട് തന്നെയാണ്. വലിയ ഹെവി ഡൗൺ ട്രെൻഡോ അപ് ട്രെൻഡോ ഒന്നുമില്ല. US മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം ഫ്ലാറ്റാണ്. അതിനകത്തൊന്നും പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കാണുന്നില്ല. നമുക്ക് നാളത്തേന് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഷെയർസ് നോക്കാം. നാളെ നമ്മൾ ഇത്രയും ഷെയർസാണ് എടുത്ത് വച്ചിരിക്കുന്നത്. 15 ഷെയറുണ്ട്. ഈ 15 ഷെയറിൽ ഈ അവസാനത്തെ ഈ 4 ഷെയർ ഈ ആവറേജ്, അതിൻ്റെ ആവറേജിനടുത്ത് തന്നെയാണ് അത് ക്ലോസിങ് എങ്കിലും അത് വന്നിട്ട് ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഇല്ല. വീക്ക്നെസ് കാണിക്കുന്ന ഷെയറാണ്. നമ്മൾ ശ്രദ്ധിക്കുക. അധികം മുകളിലോട്ട് പോയില്ല എങ്കിൽ ഈ ആവറേജിൽ നിന്ന് താഴെ വരുമ്പോൾ ഈ 4 ഷെയറിനകത്ത് അവന്തിഫീഡ്, ട്രൈ ടർബൈൻ, BHEL, പോളിസി ബസാർ. ഈ പോളിസി ബസാർ ASM ലിസ്റ്റിലാണ്. എല്ലാവർക്കും എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാക്കി 3 ഷെയർസ് അത് നല്ല ചാൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ BHELനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. BHEL 95-96 പോയിട്ട് ചിലപ്പം ഇറങ്ങി വരാൻ ചാൻസ് കൂടുതൽ. അതല്ല എങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ, അതായത് 325 ഹൈ. അതുപോലെ R1 301. അപ്പോൾ ഈ 2 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. ഈ കാർബൺ യൂണിവേഴ്സിൽ അതുപോലെ തന്നെ. പിന്നെ ഓപ്പണിങ്ങിൽ നല്ല ഹെവി മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഷെയറുകളൊന്നും TVS ഇലക്ട്രോണിക്സ് 20% അപ്പിലാണ്. അപ്പോൾ ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. R1 എന്ന് പറയുമ്പോൾ ഏകദേശം 5% മുകളിലാകും. ഓൾറെഡി 380 എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ നമുക്കൊരു ചാൻസ് എടുക്കാം. അതിനുശേഷം 399 R2 റേഞ്ചിലും പോകാൻ ചാൻസ് ഉണ്ട്. TVS ഇലക്ട്രോണിക്സ് ഒക്കെ നല്ല മൂവ്മെൻറ്റ് ചെയ്തിരുന്ന ഷെയറുകളാണ്, ശ്രദ്ധിച്ച് ചെയ്യണം. REPL എന്ന് പറയുന്ന ഷെയർ ഈ ഹൈ R1 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിലായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഹൈയിൽ വന്നിട്ട് ഇറങ്ങുന്ന കണ്ടാൽ ചാൻസ് എടുക്കാം. പക്ഷേ അധികം ക്വാണ്ടിറ്റി ആ സമയത്ത് എടുക്കരുത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന ഷെയറാണ് REC ലിമിറ്റഡ്. അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലാണ് ഷെയർ പോയില്ല. വൺ സൈഡ് അപ് ട്രെൻഡ്. അതുകൊണ്ട് നമുക്ക് വൺ സൈഡ് പോകുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ഹെവി മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിനകത്ത് പെട്ടെന്ന് എൻട്രി ചെയ്യരുത്. പക്ഷേങ്കിൽ ഇന്ന് ആ ഷെയറിന് ഉദ്ദേശിച്ച രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നില്ല, വൺ സൈഡായിരുന്നു. പക്ഷേങ്കിൽ നാളെ എനിക്ക് തോന്നുന്നു നല്ലൊരു ചാൻസ് വീണ്ടും ഞാനതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഹൈ ഉണ്ടല്ലേ 557-85, എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ, ഓപ്പണിങ്ങിൽ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ഇറക്കം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും എൻട്രി എടുത്താൽ ആ സമയത്ത് വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. വെച്ചോണ്ടിരിക്കരുത്. വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേങ്കിൽ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. നമുക്ക് അവിടെ അടിച്ച് പോയെങ്കിൽ നമുക്ക് അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ചാൻസ് കിട്ടും. 571 റേഞ്ചിലൊക്കെ ചാൻസ് കിട്ടും. പിന്നീട് ഈ KFinTech എന്ന് പറയുന്ന ഈ ഷെയർ അത് 822 ഹൈ. അതിനകത്ത് വോളിയം ഉണ്ട്, നല്ല വോളിയം ഉണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ്. 850 മുകളിലൊക്കെ പോയിട്ടുണ്ട്. 42 കട്ട് ചെയ്ത് താഴെ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. സൂര്യ റോഷനിക്കകത്തും 700 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ അതിലോട്ടോ ശ്രദ്ധിക്കണം. ഈ
ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങണമെങ്കിൽ ഈ ഹൈയോ R1 ഈ റേഞ്ച്, രണ്ട് റേഞ്ചിൽ നിന്ന് ഏതെങ്കിലും റേഞ്ചിൽ നിന്ന് ഇറങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അമൃതാഞ്ജൻ എന്ന് പറയുന്ന ഷെയർ ഒന്നുകിൽ 800 പോയിട്ട് 797 കട്ട് ചെയ്ത് താഴെ ഇറങ്ങണം, അതല്ല എങ്കിൽ 820 പോയിട്ട് ഓപ്പണിങ്ങിൽ ആ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാം. പെട്ടെന്ന് ഇപ്പം അമൃതാഞ്ജൻ എന്ന് പറയുന്ന ഷെയർ എക്സാമ്പിൾ എടുത്താൽ ഒരു 805 പോയിട്ട് 797 പെട്ടെന്ന് ഒറ്റ സെക്കൻഡിലാണ് അടിക്കുന്നത്. നല്ലൊരു 2 സെക്കൻഡിലാണ് 805 797 വരുന്നെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുക. അതവിടെ വന്നിട്ട് തിരിച്ച് കയറിപ്പോകും. അത് പെതുക്കെ 805 വരെ വന്നിട്ട് പെതുക്കെ ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ പെതുക്കെ ആയിരിക്കണം ഇറങ്ങി വരുന്നത്. അങ്ങനെ വരുമ്പോഴേ എൻട്രി എടുക്കാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയറുകളെ, ഈ ആവറേജിലുള്ള ഷെയറുകളെ, പിന്നെ REC ലിമിറ്റഡ്, അതുൽ ഓട്ടോ, എല്ലാ ഷെയറും വലിയ കുഴപ്പമില്ലാത്ത രീതിയാണ്. ഈ ജിയോജിത്ത് ചെറിയ ഷെയറാണ്, പക്ഷെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറാണ്. ഹൈയും R1 തമ്മിൽ ഏകദേശം സെയിം. അപ്പോൾ ഈ റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ട്രേഡ് എടുക്കാൻ പറ്റും. ചെറിയ ഷെയർ ആയതുകൊണ്ട് നേരത്തെ ചെറിയ ഹൈ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്നും ഞാൻ REC തന്നെയാണ് പറയുന്നത്. ഒന്ന്, പിന്നെ അതുൽ ഓട്ടോ, പിന്നെ ഈ ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസ്, ഇതിനകത്തെല്ലാം നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ആവറേജിലാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ട്രേഡിങ് നമ്മൾ എടുത്തിരുന്ന ഷെയർ 20 ഷെയർ എടുത്തിട്ടുണ്ട്, പക്ഷേ അധികം ഷെയർ നമുക്ക് ചാൻസ് അധികം തന്നിട്ടില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്ന ഷെയർ ഗ്രീവ്സ് കോട്ടൺ ചാൻസ് തന്നു, പക്ഷെങ്കിൽ അത് മാക്സിമം ടൈം രാവിലെ ഒരു എൻട്രി എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മണി വരെ കഴിഞ്ഞതിന് ശേഷമാണ് അതിനകത്തൊരു പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന രീതി ഹൈ അടിച്ചിട്ടില്ല, താഴോട്ട് ഇറങ്ങി വന്നു. പക്ഷേങ്കിൽ ആ 3 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനകത്ത്. പിന്നെ വേറെ കുറച്ച് ഷെയറിനകത്ത് ഒരു 4-5 ഷെയറെ കാണിക്കാം. ഇതിലൊരു പുതിയ ഷെയർ JNK ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ. JNK ഇന്ത്യ ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണിങ് ആയി നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മൾ 710 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 630 വരെ വരുന്നുണ്ട്. ഏകദേശം 80 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഹിസാർ മെറ്റൽ എന്ന് പറയുന്ന ഷെയർ. ഹിസാർ മെറ്റല് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടിക്കുന്നില്ല, തിരിച്ചിവിടെ ഇറങ്ങുന്നു. 221.80 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 215 ഒരു 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ പോയി ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ഹൈ അല്ല, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോകുന്നു ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം JSFB എന്ന് പറഞ്ഞാൽ അത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു, നല്ല റിസൾട്ട് വന്ന ഷെയർ. അപ്പോൾ അതിൽ ചാൻസ് ചെയ്തുണ്ട്. ഇത് കണ്ടില്ലേ, R1 മുകളിൽ R1 R2 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. 633 എൻട്രി എടുത്താൽ നമുക്ക് 622 618 വരെ വരുന്നുണ്ട്. ഒരു 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട് ഇവിടെ തരുന്നത്. പിന്നെ വീണ്ടും കയറി പുതിയ ഹൈ അടിക്കും. പുതിയ ഹൈ അടിക്കുമ്പോൾ നമ്മൾ അടുത്ത ചാൻസ് നോക്കുക. ഇവിടെ ഒരു ചാൻസ് 686 റേഞ്ച് നമുക്ക് 655 28-29 രൂപ ഇവിടെ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഹെവി മൂവ്മെൻറ്റാണ്. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് എടുക്കണം ഇതുപോലൊക്കെയുള്ള മൂവ്മെൻറ്റ്. ഈ ചില ഓരോ ക്യാൻഡിൽ കാണുമ്പോൾ ഹെവി വലിയ ക്യാൻഡിലാണ് കാണിക്കുന്നത്, പെട്ടെന്നുള്ള മൂവ്മെൻറ്റാണ്. അതിനുശേഷം PDMJ പേപ്പർ എന്ന് പറയുന്ന ഷെയർ. R1 R2 മുകളിൽ പോയി ഇറങ്ങി 91 എൻട്രി എടുത്താൽ നമുക്ക് 88, അതായത് 3 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. BF യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഷെയർ. BF യൂട്ടിലിറ്റി ഹെവി മൂവ്മെൻറ്റാണ്. ഇത് കണ്ടില്ലേ, R1 ടച്ച് ചെയ്ത് ഇറങ്ങി ഇവിടെ എൻട്രി എടുത്താൽ 903 എൻട്രി എടുത്താൽ നമുക്ക് 790 13 രൂപ കിട്ടുന്നുണ്ട്. ഇവിടെ വീണ്ടും 903 റേഞ്ച് നമുക്ക് ചാൻസ് ഉണ്ട്. ഇവിടെ 886 വരെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് 903 876 ആയി. അതായത് ഒരു 27-28 രൂപ ഇവിടെ 903
888, അതായത് 15 രൂപയ്ക്ക് അടുത്ത് ഇവിടെയും പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം ഗോക്കെക്സ് എന്ന് പറയുന്ന ഷെയർ ഇവിടെ പ്രീവിയസ്ലി ഹൈ അടിച്ചു 387 865 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ അത് ചാൻസുകൾ തരുന്നില്ല. അപ്പോൾ ടോട്ടല് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ അധികം ട്രേഡിങ് തന്നില്ല. വേറെ ഷെയർസിന് ചെറിയ ഇത് തന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഹെവി മൂവ്മെൻറ്റ് വന്ന ഷെയറുകളുമുണ്ട്. അപ്പോൾ നാളെ തന്നെയുള്ള ഷെയറുകൾ, ഞാൻ പറഞ്ഞ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഷെയർസിൽ നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കയറി എൻട്രി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ചാൻസ് എടുത്ത് നല്ല എൻട്രി കിട്ടി പക്ക സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.